സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ബിസിസിഐ ആജീവനാന്ത വിലക്ക് നീക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ശ്രീശാന്ത്. ശിക്ഷാ കാലാവധി എത്ര തന്നെയാണെങ്കിലും അത് അനുഭവിച്ചു കഴിഞ്ഞു. ടീമിൽ തിരികെ എത്താനുള്ള ഫിറ്റ്നസ് തനിക്കുണ്ട്. എത്രയും വേഗം ബിസിസിഐ തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷ. ഉടൻ കളിക്കളത്തിലെത്താനാകുമെന്നും പ്രതീക്ഷിക്കുന്നതായും ശ്രീശാന്ത് ന്യൂസ് 18നോട് പറഞ്ഞു. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് സുപ്രീം കോടതിയിൽ നിന്ന് ശ്രീശാന്തിനെ തേടി അനുകൂലമായ ഒരു വിധിയെത്തുന്നത്. ശ്രീശാന്ത് നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീശാന്ത്, പറഞ്ഞ കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, നീതി ലഭിച്ചിരിക്കുന്നു എന്നാണ്? വളരെ നന്ദി. കാരണം എനിക്ക് തോന്നുന്നു ഫൈറ്റ് തുടങ്ങിയത് കൃഷ്ണ, റെബക്ക മാം, വിശാൽ എല്ലാവരുമാണ്. അപ്പോൾ സൽമാൻ ഖുർഷിദ് സാർ അതിനെ വളരെയധികം നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് വളരെയധികം നന്നായിട്ട് വാദിച്ച് എനിക്ക് തോന്നുന്നു അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പം എന്തായാലും സുപ്രീം കോർട്ടിലാണെങ്കിലും ജഡ്ജസ് വളരെ പേഷ്യൻസോടുകൂടി കംപ്ലീറ്റ് കേസ് ഹിയറിംഗ് പെട്ടെന്ന് ഡേറ്റ് തന്ന് അത് മൊത്തം കേട്ടു. അതൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ കേസിൽ. അപ്പം ഇത്രയും പെട്ടെന്നൊരു ഡിസിഷൻ വന്നതിൽ 6 വർഷം എല്ലാവർക്കും, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നലെ പെട്ടെന്ന് പോയാലെയാണ്. അതുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് ഫിറ്റ്നസ് കീപ്പപ്പ് ചെയ്യാൻ പറ്റി. അപ്പം ഇനി 36 ആയി. അപ്പോൾ ഇനിയൊരു 4 to 5 years നല്ലോണം ഫിറ്റ്നസ് കീപ്പപ്പ് ചെയ്താൽ കോമ്പീറ്റ് ചെയ്ത് കളിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭാവി എന്ത് എന്നറിയാൻ ഇനി അവശേഷിക്കുന്നത് 3 മാസം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ബിസിസിയുടെ ഭാഗത്ത് നിന്ന് എപ്രകാരമുള്ള ഒരു നിലപാടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? 3 മാസം എന്ന് പറയല, എനിക്ക് തോന്നുന്നു 90 days കൊടുത്തിട്ടുണ്ട്. അവരൊരു 10-15 ഡേയ്സിൽ ഡിസിഷൻ വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം IPL-ഉം വേൾഡ് കപ്പ് എല്ലാം വരുന്നുണ്ട്. അപ്പം വേൾഡ് കപ്പിൽ ഞാനൊരു ഷോ ചെയ്യുന്നുണ്ട്, ഒരു ചാനലിന് വേണ്ടി, ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും ചെയ്യുന്നുണ്ട്, ഒരു ഷോയും ചെയ്യുന്നുണ്ട്. അപ്പം കാരണം ബ്രെഡ് ആൻഡ് ബട്ടറിനെ നമുക്ക് മക്കളെയൊക്കെ നോക്കണ്ടേ. അപ്പം സിനിമയിൽ മാത്രം അഭിനയിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പം എന്തായാലും ഒരു നല്ല 2-3 ഷോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിൽ നല്ലൊരു ഡിസിഷൻ വന്നു കഴിഞ്ഞാൽ അതെനിക്കൊരു പ്ലസ് പോയിന്റ് ആയിരിക്കും. കാരണം ആ ഒരു ഡിസിഷൻ വന്ന് എനിക്ക് ഗ്രൗണ്ടിൻ്റെ അകത്ത് പോയും കമൻട്രി ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ചെറിയൊക്കെ നല്ല നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഒരു ക്രിക്കറ്റർ മാത്രമല്ല, ഒരു സെലിബ്രിറ്റിയാണ്, ഒരു നടനാണ്, അത്തരത്തിലെല്ലാം ഉണ്ട്. ഇനിയുള്ള നിമിഷങ്ങളിൽ ഏത് ശ്രീശാന്തിനെ ആയിരിക്കും ഇന്ത്യക്കാർ കാണാൻ പോകുന്നത്? ഒള്ളി ക്രിക്കറ്റർ, വേറൊന്നുമില്ല. കാരണം ക്രിക്കറ്റ് കാരണം കൊണ്ട് മാത്രമാണ് എന്തൊക്കെ അവിടെയൊക്കെ ചെയ്തതിനും ദേവാനുഗ്രഹം കൊണ്ട് എങ്ങനെയൊക്കെ തട്ടിമുട്ടിയും ജീവിച്ചു പോയി കഴിഞ്ഞ 6 വർഷം. പക്ഷെ ക്രിക്കറ്റ് തിരിച്ചു കിട്ടിയാൽ തീർച്ചയായിട്ടും ഒരു ഇന്റർനാഷണൽ ഫാസ്റ്റ് ബോളർ അല്ലെങ്കിൽ ഇപ്പോൾ നല്ലോണം ബാറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഓൾറൗണ്ടർ എന്നുള്ള രീതിയിൽ തിരിച്ച് കളിക്കാൻ പറ്റും പ്രതീക്ഷിക്കുന്നു. ലോകകപ്പ് ഫൈനലിൽ കളിച്ച ആദ്യ മലയാളി എന്ന തരത്തിൽ മലയാളികൾക്കെല്ലാം അഭിമാനമുണ്ട്. അന്ന് പുറത്തെടുത്ത ഒരു പ്രകടനം, പ്രത്യേകിച്ച് ലോകം കണ്ട ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളർമാരിൽ ഒരാളായിരുന്നു. ഇപ്പോൾ എന്താണ് ഫിറ്റ്നസിനെ കുറിച്ച് സ്വയം വിലയിരുത്തുന്നത്? ഫിറ്റ്നസ് എനിക്ക് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കോമ്പറ്റീവ് ലെവൽ വെച്ചാൽ എനിക്ക് കിൻ്റെ കാർഡിനായിരിക്കും. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഒക്കെ നല്ലോണം ഫിറ്റ്നസ് കീപ്പപ്പ് ചെയ്യുന്നതാണ്, നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നിതീഷ് ആണെങ്കിലും ശരി, ബേസിൽ തമ്പി ആണെങ്കിലും, സന്ദീപ് ആണെങ്കിലും എല്ലാവരും നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്.